100 മില്യൺ ദർഹം, ഏകദേശം 224 കോടി ഇന്ത്യൻ രൂപ സമ്മാനമായി നേടിയ ആ ഇന്ത്യക്കാരൻ ആരാണ്? എമിറേറ്റ്സ് ഡ്രോയുടെ മെഗാ 7 ജാക്ക്പോട്ടിന്റെ സ്വപ്നതുല്യമായ ഈ ഒരു സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ചെന്നൈ സ്വദേശിയാണ്. മുൻ പ്രവാസിയാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീറാം രാജഗോപാലൻ. വർഷങ്ങളായി പ്രവാസിയായിരുന്നു. സൗദി അറേബ്യയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു അദ്ദേഹം. റിട്ടയർമെന്റ് ലൈഫ് ചെന്നൈയിൽ നയിച്ചുകൊണ്ടിരിക്കവെയാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സൗഭാഗ്യം അദ്ദേഹത്തെ തേടിയെത്തിയത്. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിലും ഇത്രയും വലിയൊരു സമ്മാനം തനിക്ക് ലഭിച്ചത് ഇപ്പോഴും വിശ്വസിക്കാനാവാതെ അതിന്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ വലിയ സന്തോഷത്തിനിടയിലും പണ്ട് ചെറുപ്പകാലത്ത് തന്റെ അമ്മ നൽകിയ ചില ഉപദേശങ്ങൾ ഓർത്തെടുക്കുകയാണ് അദ്ദേഹം. അതിലൊന്നിതാണ്, ഒന്നും നടന്നില്ല എന്ന് കരുതി ഒരു കാര്യവും ഉപേക്ഷിക്കരുത് എന്നുള്ള വലിയൊരു ഉപദേശം. താനിപ്പോൾ 70% സന്തോഷവാനാണെന്നും എന്നാൽ 30% ഭയം തന്നെ പിടികൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും വലിയൊരു തുക സമ്മാനമായി ലഭിച്ചതുകൊണ്ട് തന്നെ അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് താനെന്നാണ് അദ്ദേഹം പറയുന്നത്. സമ്മാനം എത്ര തന്നെ കിട്ടിയാലും അതിന്റെ ഒരു നിശ്ചിത ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചതായിരുന്നു. ക്യാൻസർ രോഗികളായ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു വലിയ തുക മാറ്റിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: എത്ര വലിയൊരു തുക സമ്മാനമായി ലഭിച്ചാലും അത് തന്റെ വ്യക്തിത്വത്തിൽ അല്പം പോലും മാറ്റം വരുത്തില്ല എന്നുള്ളൊരു വലിയ സന്ദേശം. ദുബായ് എമിറേറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയൊരു വർധനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ദുബായ് എമിറേറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ സ്ത്രീകളുടെ എണ്ണം 1,05,563 എന്നാൽ ഇതേ സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച പുരുഷന്മാരുടെ എണ്ണമാവട്ടെ 6,903 മാത്രം. ഇതിപ്പോൾ അപ്ലൈ ചെയ്ത ആളുകളുടെ ഒരു അനുവാദം കൂടി ലഭിച്ചാൽ മാത്രമാണ് കൃത്യമായ ഒരു അവലോകനം നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും RTA ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. മറ്റ് എമിറേറ്റുകളിലെ കഥ ഇങ്ങനെയല്ല. ദുബായ് എമിറേറ്റിൽ മാത്രമാണ് ഈ ഒരു റേഷ്യോയിൽ സ്ത്രീകൾ മുന്നിലെത്തിയിരിക്കുന്നത്. അബുദാബി ഉൾപ്പെടെയുള്ള മറ്റ് എമിറേറ്റുകളിൽ പുരുഷന്മാർ തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ എണ്ണത്തിൽ മുന്നിൽ വന്നിരിക്കുന്നത്. RTA കൂട്ടിച്ചേർത്ത പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ശ്രദ്ധേയമാണ്. UAE റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഡാറ്റകൾ പറയുന്നതനുസരിച്ച് റോഡ് അപകടങ്ങൾ കുറവുണ്ടാക്കുന്നതും വനിതാ ഡ്രൈവർമാരാണത്രേ. സീറ്റ് ബെൽറ്റ് കൃത്യമായി ധരിക്കുന്ന കാര്യത്തിലായാലും വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു നിയമം പാലിക്കുന്നതിലായാലും ഒക്കെ സ്ത്രീകൾ ഒരു പ്രത്യേക കരുതൽ എടുക്കുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദുബായ് അൽബർഷ 1 കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നു. താമസ കെട്ടിടത്തിലാണ്. ബഹുനില കെട്ടിടത്തിന്റെ താഴത്തെ ഫ്ലോറിലുള്ള റെസ്റ്റോറന്റിലാണ് അഗ്നിബാധയുണ്ടായി മുകളിലേക്ക് അത് പടർന്നത്. സമാനമായ രീതിയിൽ മെയ് 13 അൽബർഷ 1 മോൾ ഓഫ് ദി എമിറേറ്റ്സിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു താമസ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 മെയ് 23 വെള്ളിയാഴ്ച.